ഹലോ ഗൈസ്, ഞാൻ സുറു. രാവിലെ എന്നെ ചെരുപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇന്നത്തെ പരിപാടിക്കായിട്ട് ഞാനങ്ങ് ഇറങ്ങി. രാവിലെ എന്നെ ഹബ്ബി ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. ആകെ ഉണ്ടായിരുന്ന 2-3 കിളിയും കൂടെ പറന്നുപോയി. ഈ പെട്ടിയൊക്കെ നമ്മൾ തന്നെ ചുമക്കണേ. അങ്ങനെ എല്ലാം വാരിപ്പറക്കി വണ്ടിയിലാക്കിയിട്ട് നമ്മൾ ഇറങ്ങി. താണ്ടി ഇവനെ കണ്ടു, ഇവനെ ഭീഷണിപ്പെടുത്തുക. ഇനി ഇവിടെ വന്ന കല്ലുമണ്ണും വാരി എറിയുമെന്നാണ് ഇവൻ്റെ കൂടെ പറയുന്നത്. തിരിച്ചു പോണ വഴിക്ക് തോട്ടത്തിലെത്തിയപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. ആയൂരെത്തിയപ്പോൾ നല്ല മഴ പെയ്തു. അങ്ങനെ ആയിരുന്നു. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഇതാ അവിടെ മഴയില്ല. പഞ്ചായത്ത് അനുസരിച്ച് ഇപ്പോൾ മഴ പെയ്യുന്നതെന്നാണ് തോന്നുന്നത്. ഓഫീസിൽ ചെന്ന് എല്ലാം കഴിഞ്ഞു ഇറങ്ങാൻ നേരത്തതാ അവിടെ അടിപൊളി മഴ, ഒരു രക്ഷയില്ല. മഴയൊക്കെ തോന്നുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരെല്ലാം ചായ കുടിക്കാൻ പോകണമെന്ന് പറഞ്ഞത്. കൂട്ടത്തിൽ എന്നെ വിളിച്ചു. ക്ഷണം സ്വീകരിക്കുന്നതല്ലേ വൃത്തി. നമ്മൾ ക്ഷണം സ്വീകരിക്കരുതെന്ന് മോശമല്ലേ. ഞാനും പോയി. ഉഴുന്ന് വടയായി, പരിപ്പ് വടയായി, ചായയായി, അങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ദാണ്ടെ കണ്ടോ, ഈ പഴംപൊരി തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. അതും അങ്ങ് എടുത്തു. അതൊന്നും കൊണ്ട് അവിടെ അവസാനിച്ചില്ല കേട്ടോ. ചായയും പഴംപൊരിയും തിന്നാൻ വന്ന ഞങ്ങളുടെ മുമ്പിലേക്ക് ഇതാ ബെറോട്ടയൊക്കെ വന്നു. ഇതൊക്കെ എങ്ങനെയാണോ എന്തോ, ഇതെപ്പോൾ തിന്ന് തീർക്കും എന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട, ഇപ്പോൾ തീർത്ത് തരാം. പിന്നെ ബിരിയാണിയായി, ബീഫ് ഫ്രൈ ആയി, അങ്ങനെ വലിയൊരു കോളിളക്കം തന്നെ ഞങ്ങൾ അവിടെ അങ്ങ് സൃഷ്ടിച്ചു. താണ്ടെ ഈ അവസാനമായിട്ട് ബീഫ് അങ്ങോട്ട് വെച്ച് ആ ബെറോട്ടയിൽ 2-3 ഉള്ളിയൊക്കെ വെച്ച് അങ്ങോട്ട് മടക്കി ഒരു പിടി അങ്ങോട്ട് പിടിക്കണം. എന്നാ ടേസ്റ്റാണെന്നറിയാവോ. നമ്മൾ ഇത്രയൊക്കെ കഴിച്ച സ്ഥിതിക്ക് ഒരു ലൈമും കൂടെ കുടിക്കണം, ഇല്ലെങ്കിൽ അതിനൊരു ഫിനിഷിങ് ഉണ്ടാകത്തില്ല. അങ്ങനെ ഞങ്ങൾ ലൈമും കുടിച്ച് ഹബ്ബിലോട്ട് പോയി. ഹബ്ബിലോട്ട് പോയപ്പം എനിക്ക് അവിടെ ഒരു വലിയൊരു പണി ഇരിപ്പുണ്ടായിരുന്നു. അതാ നമ്മുടെ കുഞ്ഞ് സ്റ്റാർട്ടാവും. എൻ്റെ പങ്കാളികളെല്ലാം കൂടെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച് അവനെ എന്തായാലും ഒന്ന് സ്റ്റാർട്ടാക്കി തന്നു. സാധാരണ സാലറി കിട്ടാറാകുമ്പോഴാണ് ഇങ്ങനെ വരാറ്. ഇപ്പം എന്താണ് ഒരു പുതുമയെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. എന്തായാലും ഉള്ള ജീവനം കൊണ്ട് ഞാൻ വീട്ടിലോട്ട് പറഞ്ഞു.